ഹലോ ഗായ്സ്, നമുക്കിത് ഇന്ന് ഇതിങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കിയെടുത്താലോ? ബാ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. നമുക്കിതിനാവശ്യമായിട്ട് ഒരൊറ്റ വൈറ്റ് പേപ്പർ മതി കേട്ടോ. നമുക്ക് വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ ഏത് പേപ്പറോ ആണെങ്കിലും എടുക്കാം. അതിലിത് ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ വയേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്. ആ വയേഴ്സ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ആദ്യം ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ഗ്രീൻ കൊടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഒരു ഡിസൈൻ കൂടിയാണ് കൊടുക്കുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റിക്സാണ്. ഈ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിലി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ടേപ്പാണ് വേണ്ടത്. മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്കതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ അറേഞ്ച്ഡ് ആയിക്കോളും. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ലീവ്സും വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് സെറ്റ് ആയിക്കോളും. ഞാനിതിൻ്റെ ഈ ടേപ്പ് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ നീളം ആവശ്യമുള്ളത് അത്ര തന്നെ നമുക്ക് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ലീവ്സൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. വിടർത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാന്റിൻ്റെ ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പോട്ട് ഉണ്ടാക്കണം. നമുക്കൊരു പോട്ട് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് യാനാണ്. നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തും എടുക്കാം. ഞാനിപ്പോൾ യാൻ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എൻഡ് വരെ ഞാൻ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അത് നീറ്റായിട്ടൊന്ന് ചെയ്തെടുക്കുക. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പോട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു തെർമോക്കോളിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ടിഷ്യൂ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ കുറച്ച് വൂളൻ ത്രെഡ്, ബ്രൗൺ കളറിലെ വൂളൻ ത്രെഡ് കട്ട് ചെയ്തിട്ടാണ് സാൻഡ് ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ സാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.